കൊല്ലം പാലരുവിയിൽ KSRTC ബസ്സിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. തിരുനെൽവേലി കൊല്ലം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന്റെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ബസ്സിന്റെ മുൻവശത്തെ ചില്ല് പൊട്ടി, ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, എപ്പോഴാണ് ഈ സംഭവം? ഒപ്പം തന്നെ അവിടുത്തെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ രാത്രി 8 മണി കഴിഞ്ഞാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കനത്ത മഴയും വനമേഖലയാണ്. കനത്ത മഴയും കാറ്റും മൂലമാണ് ഈ മരച്ചില്ല ബസ്സിന് മുകളിലേക്ക് വീണത്. തുടർന്ന് ബസ്സിന്റെ ചില്ലുകൾ തകർന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ തിരുനെൽവേലിയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്ന യാത്രക്കാരും അടക്കം ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ മറ്റൊരു ബസ് വിളിച്ചു വരുത്തി ആ ബസ്സിൽ കൊല്ലത്തേക്ക് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു. മഴയുടെ സാഹചര്യം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ശക്തമായ മഴയും കാറ്റും ഇടപെട്ട് പെയ്യുന്ന മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കൃഷിനാശം കൊട്ടാരക്കര താലൂക്കിലടക്കം ഉണ്ടായിട്ടുണ്ട്. 8 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ തീരമേഖലയിലടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം കൊല്ലം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം തഹസിൽദാർമാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ജില്ലാ ഭരണകൂടം ഒരുങ്ങി എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ. എന്തായാലും കൊല്ലത്ത് അതിശക്തമായ മഴയാണ് ഉള്ളത്. അതിനോടൊപ്പം ചേർന്നാണ് ഇപ്പോൾ ഈ ബസ്സിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. എന്തായാലും ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.